സെൻകുമാർ വിധിയിൽ തന്ത്രപരമായ സമീപനം കൈക്കൊണ്ട സർക്കാർ ഒടുവിൽ മനസ്സിലിരിപ്പ് വെളിവാക്കി. കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധം എന്നൊക്കെ സഭയിൽ രാവിലെ പറഞ്ഞ മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞു. എജിയുടെ നിയമോപദേശമനുസരിച്ച് ചീഫ് സെക്രട്ടറി, അതായത് നളിനി നെറ്റോ, നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നും. എന്നാൽ വൈകിട്ട് മാധ്യമങ്ങൾ എജിയുടെ നിയമോപദേശം പുറത്തു കൊണ്ടുവന്നപ്പോഴാണ് പിണറായി പറഞ്ഞതിൻ്റെ പൊരുൾ എല്ലാവർക്കും മനസ്സിലായത്. വിധി ഉൾക്കൊണ്ട് സംശയങ്ങൾ തീർക്കാനും വിധി കവർന്ന അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനും വീണ്ടും സുപ്രീം കോടതിയിലേക്ക്. കോൾ അടിച്ചത് പ്രതിപക്ഷമാണ്. മുഖ്യമന്ത്രിക്ക് ദുരഭിമാനമാണെന്ന് പറഞ്ഞ ഞങ്ങൾ ഒരു സംഭവമാണെന്ന് ഇനിയും മേനി നടിക്കാം, അല്ലേലും ഒരു സംശയവും ബാക്കി വെച്ച് ഒന്നും ചെയ്യരുത്. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുന്നു. വീണ്ടും തർക്കിക്കാനൊരുങ്ങി സർക്കാർ. ടി.പി. സെൻകുമാർ കേസിൽ വ്യക്തത തേടി സർക്കാർ നാളെ സുപ്രീം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചേക്കും. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. ബെഹ്റയുടെ പദവിയെപ്പറ്റി കോടതിയിൽ നിന്ന് വ്യക്തത തേടണം. സെൻകുമാറിന് അനുകൂല കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. ടി.പി. സെൻകുമാർ കേസിലെ സുപ്രീം കോടതി വിധി പോലീസ് ഭരണത്തിൽ വ്യാപക പ്രത്യാഘാതങ്ങളുണ്ടാകുമെന്ന് ചീഫ് സെക്രട്ടറിക്ക് നൽകിയ നിയമോപദേശത്തിൽ അഡ്വക്കേറ്റ് ജനറൽ ചൂണ്ടിക്കാട്ടുന്നു. പോലീസ് ആക്ട് പ്രകാരം സർക്കാരിൽ നിക്ഷിപ്തമായ പല അധികാരങ്ങളും കോടതി വിധിയിലൂടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ലോക്നാഥ് ബെഹ്റയെ നിയമിച്ച ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ബെഹ്റ നേരത്തെ വഹിച്ചിരുന്ന പദവിയാണോ തിരികെ നൽകേണ്ടതെന്ന കാര്യത്തിൽ കോടതിയിൽ നിന്ന് തന്നെ വ്യക്തത തേടണം. സെൻകുമാറിന്റെ നിയമനത്തിൽ ചട്ടങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്ന വസ്തുത സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും എജി നിർദ്ദേശിക്കുന്നു. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി. ശ്രീ സെൻകുമാറിൻ്റെ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പകർപ്പിൻ്റെ സർട്ടിഫൈഡ് കോപ്പി പോലും ലഭിക്കുന്നതിന് മുൻപ് ഓൺലൈനിൽ വിധി പകർപ്പ് ലഭ്യമായ ഉടൻ ചീഫ് സെക്രട്ടറി നടപടി ആരംഭിച്ചിട്ടുണ്ട്. നിയമ സെക്രട്ടറിയുടെ ശുപാർശ പരിഗണിച്ചും അഡ്വക്കേറ്റ് ജനറലിൻ്റെ അഭിപ്രായത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മേൽ നടപടികൾ സ്വീകരിക്കുന്നതാണ്. സെൻകുമാറിന് നിയമനം നൽകാത്തത് മുഖ്യമന്ത്രിയുടെ ദുരഭിമാനം മൂലമാണെന്ന പ്രതിപക്ഷവും തിരിച്ചടിച്ചു. സാർ, നീതി നിർവഹണം നടപ്പാക്കാൻ കഴിയാൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ആരാണ് സാർ ഈ സംസ്ഥാനത്ത്? ആ സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ പേര് പോലും ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഈ സഭയിൽ പറയാൻ കഴിയാത്തത് ഈ പ്രശ്നത്തിന്റെ ഗൗരവാവസ്ഥ ബോധ്യപ്പെടുത്തുന്നു. സാർ, സർക്കാർ നിലപാടിന് വിരുദ്ധമായിരുന്നു വി.എസ്. അച്യുതാനന്ദന്റെ പ്രതികരണം. സെൻകുമാറിനെ പഴയതുപോലെ ഉദ്യോഗത്തിലെടുക്കണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ തീരുമാനം ആർക്കും നിഷേധിക്കാനൊക്കില്ല. അത് ശരിയായ ഒരു നിർദ്ദേശമാണത്. അത് ഗവൺമെന്റ് നടപ്പിലാക്കുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. സുപ്രീം കോടതി വിധി നടപ്പാക്കാത്തതിന് ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയ്ക്കെതിരെ സെൻകുമാർ നൽകിയ കോടതിയലക്ഷ്യ ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കും. സെൻകുമാർ നൽകിയ കോടതിയലക്ഷ്യ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ പുതിയ ഹർജി കൂടി പരിഗണനയ്ക്കെത്തിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം. ന്യൂസ് 18 തിരുവനന്തപുരം. ഇപ്പോൾ ഈ ചർച്ചയിൽ മുൻമന്ത്രി കോൺഗ്രസ് നേതാവ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ കെ വി അബ്ദുൽ ഖാദർ MLA CPIM നേതാവ്, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ നിയമവിദഗ്ധൻ, മാധ്യമപ്രവർത്തകൻ ശ്രീ എ സജീവൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, രാവിലെ അടിയന്തര പ്രമേയത്തിന് മുഖ്യമന്ത്രി സഭയിൽ നൽകിയ വിശദീകരണം, അപ്പോഴാണ് നിങ്ങൾ മുഖ്യമന്ത്രിക്ക് ദുരഭിമാനമാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചത്. പക്ഷേ വളരെ ഫലപ്രദമായൊരു ഇടപെടൽ നടത്തുന്നു, കോടതി വിധി നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ഇതിൽ ജയവും തോൽവിയുമില്ല എന്ന മട്ടിലാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. വൈകുന്നേരം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശവും നിയമ സെക്രട്ടറിയുടെ നിർദ്ദേശവും ഒക്കെ പരിഗണിച്ച് ചീഫ് സെക്രട്ടറി നടപടിയും ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെ എന്നോടൊക്കെ സംസാരിച്ച ചില CPM MLA മാർ പോലും പ്രതിപക്ഷം പറയുന്നത് പോലെയല്ല, വളരെ ശരിയായ ഒരു സമീപനം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നു, ഒരു തരത്തിലുള്ള ദുരഭിമാനത്തിൻ്റെയും പ്രശ്നമില്ലാത്ത വളരെ ശരിയായൊരു സമീപനം എന്ന് ചർച്ചയുടെ ഭാഗമായൊക്കെ വിളിച്ചപ്പോൾ പോലും പറഞ്ഞ CPM നേതാക്കളുണ്ട്. പക്ഷേ ഒരുപക്ഷെ അവർ പോലും അമ്പരന്നിരിക്കാൻ ഇടയുണ്ടോ? വൈകുന്നേരമായപ്പോഴാണ് അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശം അത് സംബന്ധിച്ച വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. അങ്ങനെ നാളെ ഒരു അപേക്ഷയുമായി സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് സർക്കാർ ആഗ്രഹിക്കുന്നതും ആലോചിക്കുന്നതും. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി രാവിലെ സഭയിൽ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചതെന്നൊരു തോന്നൽ, ഒരു മനസ്സിലാക്കൽ നിങ്ങൾക്ക് അപ്പോഴേ ഉണ്ടായിരുന്നോ? ആ സമയത്ത് തന്നെ തോന്നിയിരുന്നോ? ഇവിടെ യഥാർത്ഥത്തിൽ പ്രശ്നം അതല്ലല്ലോ.
സുപ്രീം കോടതിയുടെ വിധിയുണ്ട് സ്റ്റാറ്റസ് ക്വോ ആൻറ്റി. എന്താ സ്റ്റാറ്റസ് ക്വോ ആൻറ്റി? അത് സെൻകുമാറിനെ മടക്കി സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് നിയമിക്കുക, അതിനുവേണ്ടിയുള്ള സംവിധാനം ഗവൺമെൻറ് ഒരുക്കുക. അല്ലെങ്കിൽ വരുന്നത് എന്താ? കോടതി വിധിയെ വെല്ലുവിളിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ നീതിന്യായ പീഠം, അതിൻ്റെ ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ആ ഉത്തരവ് അനുസരിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരൻ്റെയും കടമയല്ലേ? പ്രത്യേകിച്ചൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡായ മുഖ്യമന്ത്രി അതിനെ നിഷേധിക്കാൻ തയ്യാറാകുമെന്ന് ഞാൻ കണക്കാക്കുന്നതേയില്ല. അങ്ങനെ വന്നാൽ അതിൻ്റെ കോൺസിക്വൻസസ് എത്രയാകും എന്ന് അദ്ദേഹത്തിന് അളന്നു നോക്കി മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സുപ്രീം കോടതിയെ വെല്ലുവിളിക്കാതെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള സാധ്യത വേണ്ട വിധം വിനിയോഗിക്കണം. ഇപ്പോൾ 2 രൂപത്തിലാണ് ഈ കേസിനെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒന്ന്, ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറയുകയും അതോടൊപ്പം ഈ കേസ് അങ്ങോട്ട് നീട്ടി പോകുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ജൂൺ മാസത്തിൽ റിട്ടയർ ചെയ്യാനിരിക്കുന്ന ഉദ്യോഗസ്ഥന് നീതി കിട്ടാത്ത അവസ്ഥ വരും. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം. ഇവിടെ സുപ്രീം കോടതിയുടെ വിധി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ സെൻകുമാറിനെ സ്റ്റാറ്റസ് ക്വോ ആൻറ്റി എന്നുള്ള നിലയിൽ സംസ്ഥാന പോലീസ് മേധാവിയായി നിയോഗിക്കുന്നില്ല എങ്കിൽ അതേ കോടതിക്ക് തന്നെ ശ്രീ സെൻകുമാറിന് നഷ്ടപ്പെട്ട ദിവസങ്ങൾ നീട്ടിക്കൊടുക്കാനുള്ള തീരുമാനം എടുക്കാൻ പറ്റും. അതുകൊണ്ട് കൂടുതൽ ഫർദർ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതെ ഗവൺമെൻറ് ഇക്കാര്യത്തിനകത്ത് ഒരു തീരുമാനമെടുക്കണം. ഗവൺമെൻറ് ഇപ്പോൾ നേരത്തെ നിയമ സെക്രട്ടറിയുടെ ഒരു ഉപദേശം കിട്ടിയല്ലോ. നിയമ സെക്രട്ടറിയുടെ ഉപദേശമാണ് യഥാർത്ഥത്തിൽ ഇതുപോലൊരു കാര്യത്തിൽ ഗവൺമെൻറ് ഏറ്റവും പ്രധാനമായി ആശ്രയിക്കേണ്ടത്. കാരണം ഗവൺമെൻറ് ഡയറക്റ്റ് ആക്സസ് ഉള്ളത് നിയമ സെക്രട്ടറിയുടെ അടുത്താണ്. അദ്ദേഹമാണ് ഗവൺമെൻറ് ഉപദേശിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി. അവിടെ നിന്നത് മാറി അതിനപ്പുറത്ത് അഡ്വക്കേറ്റ് ജനറലിൻ്റെ അടുത്തേക്ക് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് ജനറലിനും സുപ്രീം കോടതി വിധിയെ മറികടക്കാം എന്നൊരു ഉപദേശം കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നതേയില്ല. പിന്നെ പോയിട്ട് ഇത് കഴിയുന്നത്ര വിധത്തിൽ ഇത് പ്രൊട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നീട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമായി ഇതെടുത്താൽ കോടതിക്കും ബോധ്യപ്പെടുമല്ലോ. റിട്ടയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനെ ആ സമയത്തിന് നിശ്ചിത സമയത്തിന് മുമ്പ് നിയമിക്കാതെ വന്നാൽ ഇറിപ്പറബിൾ ലോസ് ആയിരിക്കും ഉണ്ടാകുന്നത് എന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് അപരിഹാര്യമായ ഈ നഷ്ടം അത് പരിഹരിക്കുന്നതിന് വേണ്ടി കോടതി തന്നെ കണ്ടെത്തണം. നാച്ചുറൽ ജസ്റ്റിസ് ഒരു ഉദ്യോഗസ്ഥന് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രഥമമായ ഉത്തരവാദിത്തം സുപ്രീം കോടതിക്കാണ്. അപ്പോൾ അതുകൊണ്ട് സുപ്രീം കോടതി ആ കാര്യത്തിൽ എടുത്ത തീരുമാനം ഈ ഗവൺമെൻറ് അംഗീകരിക്കും എന്ന് തന്നെ ഞാൻ കണക്കാക്കുകയാണ്. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ കെ വി അബ്ദുൽ ഖാദർ, ഇക്കാര്യത്തിൽ കോടതി വിധി പാലിക്കാൻ നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് സർക്കാർ എന്ന് പറയുകയും അതേസമയം ഇനിയും അതിൽ സംശയങ്ങൾ ബാക്കിയുണ്ട്. ആ സംശയം കേട്ടാൽ ബെഹ്റ എവിടെ ഇരുത്തും? യഥാർത്ഥത്തിൽ അതൊക്കെ തീരുമാനിക്കേണ്ടത് അവരുടെ സീനിയോറിറ്റി നോക്കി മറ്റ് പദവികളിൽ മറ്റുദ്യോഗസ്ഥർ എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ട ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ അവകാശം പോലും തങ്ങൾക്കല്ല എന്ന മട്ടിൽ, അതിലുമൊക്കെ സംശയങ്ങളുണ്ട് എന്ന മട്ടിൽ കോടതിയിലേക്കൊരു സംശയ നിവൃത്തിക്കായി പോയി സമയം നീട്ടി. ഈ പറഞ്ഞതുപോലെ ഇത് അനന്തമായി നീട്ടിക്കൊണ്ടു പോകാവുന്ന ഒരു കേസുമല്ല. സെൻകുമാറിന് ഇനി സർവീസിൽ അവശേഷിക്കുന്നത് ജൂൺ മാസം 30-ാം തീയതി വരെയാണ്. ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞതുപോലെ ഇനി യഥാർത്ഥത്തിൽ അങ്ങനെ നീട്ടിക്കിട്ടാനൊന്നും യഥാർത്ഥത്തിൽ ചോദിച്ചാലും കോടതിക്ക് കൊടുക്കാനുമാകാത്ത സാഹചര്യമുണ്ട് നിയമപരമായി. അങ്ങനെയൊക്കെയുള്ളൊരു കേസിൽ സഭയ്ക്കകത്ത് നല്ല വാചകങ്ങളിലൂടെ പ്രതികരിച്ച മുഖ്യമന്ത്രി ഉപായങ്ങളിലൂടെ സംശയം തീർക്കാനെന്ന മട്ടിൽ സമയം നീട്ടിയെടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷം പറഞ്ഞ പോലെ അവശേഷിക്കുന്ന അല്ലെങ്കിൽ തുടരുന്ന ദുരഭിമാനത്തിൻ്റെ കൃത്യമായ ഉദാഹരണമല്ലേ ശ്രീ അബ്ദുൽ ഖാദർ? ഒരിക്കലുമല്ല. ഇക്കാര്യത്തിൽ അനന്തമായിട്ട് നീട്ടുക എന്നത് ഗവൺമെൻറ്റിൻ്റെ നയവുമല്ല. ഇന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിയമസഭയിൽ സർക്കാരിൻ്റെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി വിധി അന്തിമമാണ്. അത് വിധി അനുസരിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അത് ആവർത്തിച്ച് ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ
ഇക്കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ കൂടി വ്യക്തമാവേണ്ടതുണ്ട്. അതാണ് വ്യക്തതയ്ക്ക് വേണ്ടി കോടതിയിൽ പോകുന്നതുമായിട്ട് ഇന്ന് വന്നിട്ടുള്ള വാർത്ത. ഈ ഉത്തരവ് വന്ന സെൻകുമാറിനെ മാറ്റിയ ഉത്തരവ് 2016 ജൂൺ 1 അതാണുള്ള ഉത്തരവ്. ആ ഉത്തരവുമായി ബന്ധപ്പെട്ട് ബെഹ്റയുടെ സ്ഥാനം സംബന്ധിച്ച്, അതുപോലെ തന്നെ ഇൻ്റലിജൻസ് മേധാവിയുടെ, അതുപോലെ പിന്നെ വിജിലൻസ് മേധാവിയുടെ ഇത്തരം കാര്യങ്ങൾ ഇവരുടെ പോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ആ അവ്യക്തതകൾ നീക്കുക എന്നത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. അതല്ലാതെ സുപ്രീം കോടതി വിധിയെ മറികടക്കാനായിട്ടുള്ള ഹർജിയല്ല ഇത്. അത് ഇന്ന് ശ്രീ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് പൂർണ്ണമായി കേൾക്കാത്തത് കൊണ്ടും ഒരു സംശയമുള്ളത് കൊണ്ടും ശ്രീ കെ അബ്ദുൽ ഖാദർ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ആ വിധിയുടെ സാരാംശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. ഏതാണ്ട് ഒരു വലിയ തർക്കങ്ങളില്ലാതെ ഉടൻ സെൻകുമാറിനെ നിയമിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു പുനർനിയമനം സംഭവിക്കാൻ പോകുന്നു എന്നൊരു പൊതുപ്രതീതി പ്രചരിച്ചതുകൊണ്ട് ചോദിക്കട്ടെ, ഇപ്പോൾ ഈ പറയുന്ന പിന്നീട് വൈകുന്നേരം പുറത്തു വന്ന ഈ വ്യക്തത വരുത്തൽ, സംശയങ്ങൾ നീക്കൽ, ബെഹ്റയെ എവിടെ ഇരുത്തും, ഏത് കസേര നൽകും എന്നതുപോലെയുള്ള സംശയങ്ങൾ, ഇന്ന് അടിയന്തര പ്രമേയത്തിന് മറുപടിയായി കാര്യങ്ങൾ പറയുമ്പോൾ മുഖ്യമന്ത്രി അക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നോ? അദ്ദേഹം പറഞ്ഞതായി ഞാൻ കേട്ടത് ചീഫ് സെക്രട്ടറി ഈ AGയുടെയും അല്ലെങ്കിൽ നിയമ സെക്രട്ടറിയുടെയും മറ്റും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ അത്രേ കേട്ടിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് പക്ഷേ അങ്ങനെ നീങ്ങുമ്പോഴും ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ നിവൃത്തി വരുത്താൻ വീണ്ടും ഒരു അപേക്ഷയുമായി സുപ്രീം കോടതിയിലേക്ക് പോകുന്നു എന്ന മട്ടിൽ എന്ന യാഥാർത്ഥ്യം മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുണ്ടോ ഇന്ന് സഭയിൽ? അല്ല, ഈ വിധി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ നിലപാട് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. അഡ്വക്കേറ്റ് ജനറലിൻ്റെ ശുപാർശ ലഭിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്താണ് ആ ശുപാർശ എന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞിരുന്നില്ല. സ്വാഭാവികമായിട്ടും വ്യക്തത വരുത്തുക എന്നത് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് ഈ സുപ്രധാനമായിട്ടുള്ള ഒരു സുപ്രീം കോടതി വിധിയിൽ വ്യക്തത വരുത്തുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. ഞാനൊന്ന് വരാം ശ്രീ അബ്ദുൽ ഖാദർ, ഞാനൊന്ന് വരാം ശ്രീ തിരുവഞ്ചൂർ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അബ്ദുൽ ഖാദർ പറഞ്ഞു, താങ്കളും ആ സഭയിൽ ഉണ്ടായിരുന്നല്ലോ, സർക്കാരിന്റെ നിലപാട് സംശയങ്ങൾക്കിടവരുത്താത്ത വിധം വ്യക്തതയോടുകൂടി മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ അവതരിപ്പിച്ചോ, അതോ പറയേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ കാര്യം പറയാതെയാണോ മുഖ്യമന്ത്രി ഇക്കാര്യത്തിലെ സർക്കാർ നിലപാട് ഇന്ന് വിശദീകരിച്ചത്? ശ്രീ കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞത് നമ്മൾ ഈ സംസാരിച്ചതുമായ വിഷയം മറ്റ് രണ്ടുപേരിലേക്കും പോകും മുമ്പ്, നിങ്ങൾ രണ്ടുപേരും സഭയുടെ ഭാഗമാണല്ലോ. ഈ കേസിനകത്തെ കക്ഷിയാരാ? ഒന്ന് സെൻകുമാറാണ്, രണ്ട് അതിൻ്റെ റെസ്പോണ്ടൻസായി വന്നിട്ടുള്ള ആളുകളാണ്. അതിനകത്തെ ലിസ്റ്റ് ഞാൻ പറയേണ്ട കാര്യമില്ല, കാരണം അത് സമയം കൂടുതലെടുക്കും, ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല. അപ്പോൾ ഈ വിധി ആർക്ക് അനുകൂലമാണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സെൻകുമാറിന് അനുകൂലമാണ്. അതെ. അങ്ങനെ സെൻകുമാറിനെ ഒരു പോസ്റ്റിൽ ഇന്ന പോസ്റ്റിലോട്ട് ഇരുത്തണം എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലല്ലാതെ അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി എവിടെ ഇരുത്തണമെന്നുള്ളത് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ നമ്മളുടെ IPS ഓഫീസേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ആ ലിസ്റ്റിലെ ആരാണ് എന്നുള്ളത് വളരെ കൃത്യമല്ലേ? ആ സീനിയോറിറ്റി നോക്കിയാൽ ഗവൺമെൻറ് ഒരു സെക്കൻഡ് കൊണ്ട് തീരുമാനിക്കാനുള്ള കാര്യമല്ലേ ഉള്ളൂ. അപ്പം ഞാൻ പറയുന്നത് ഇവിടെ സീനിയോറിറ്റിയുടെ പ്രശ്നമൊന്നുമല്ല, കോടതിയുടെ ഒരു വിധി. എന്റെ ചോദ്യവും അതുമല്ല ശ്രീ തിരുവഞ്ചൂർ, എന്റെ ചോദ്യവും അതല്ല. ശ്രീ തിരുവഞ്ചൂർ, സഭയിൽ മുഖ്യമന്ത്രി അക്കാര്യങ്ങളും ഇന്ന് വിശദീകരിച്ചിരുന്നോ? അങ്ങനെ ഒരു സംശയം സർക്കാരിനുണ്ട്, അതും ഞങ്ങൾ തീർക്കാൻ പോകുന്നു. AG അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ട്, അതാണ് ചീഫ് സെക്രട്ടറി സ്വീകരിച്ച നടപടിക്രമം എന്ന് മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞോ സഭയിൽ? അതല്ല, ഇവിടെ ചീഫ് സെക്രട്ടറി അതിൻ്റെ മേൽ നടപടി ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സാധാരണഗതി കേൾക്കുന്ന ആളുകൾ ധരിക്കുന്നത് എന്താ? സെൻകുമാറിനെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു എന്ന് തീരുമാനിക്കൂ. ഇതിനെ ടോർപ്പിഡോ ചെയ്യാൻ വേണ്ടി ഒരു നടപടി ആരംഭിച്ചു എന്ന് ആരെങ്കിലും അതിനൊരു വ്യാഖ്യാനം കൊടുക്കുമ്പോൾ ഇല്ല. ഫലത്തിൽ ഇതിനെ കോടതി വിധിയെ ടോർപ്പിഡോ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഭംഗിയായ വാക്കുകളല്ലേ ഈ പറയുന്നത്. സഭയ്ക്കകത്ത് അങ്ങനെയാണെങ്കിൽ സഭയ്ക്കകത്ത് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തെ സുന്ദരമായി മുഖ്യമന്ത്രി കബളിപ്പിച്ചു എന്ന് പറയാം. നിങ്ങളും തെറ്റിദ്ധരിച്ചു. നിങ്ങളും ഒരു ഉപചോദ്യം പോലും ചോദിക്കാതെ മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ഉടൻ തന്നെ സെൻകുമാറിന് കസേര കിട്ടാൻ പോകുന്നു എന്നാണ് നിങ്ങളും ധരിച്ചത്. എൻ്റെ ആദ്യ ചോദ്യം ശ്രീ തിരുവഞ്ചൂരിനോട് അതായിരുന്നു. അല്ല, ഞാൻ കബളിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വളരെ ഹാർഡായ പദപ്രയോഗം ഈ കാര്യത്തിൽ വിനിയോഗിക്കുന്നില്ല. ഒരു സൂത്രപ്പണി കാണിച്ചു എന്ന് പറഞ്ഞാൽ കറക്റ്റായിരിക്കും.
ഒരു തന്ത്രം കാണിച്ച്, ഒരു സൂത്രപ്പണി കാണിച്ച് ഇന്നത്തെ ദിവസത്തിൽ നിയമസഭയിൽ നിന്ന് അദ്ദേഹം ഒന്ന് ഒഴിഞ്ഞു മാറി സെൻകുമാറിനെ 2 ദിവസമെങ്കിലും കുറച്ചിരുത്താൻ പറ്റുമെങ്കിൽ അത്രയും പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് നോക്കി. ഞാൻ ചോദിക്കട്ടെ, ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഹണ്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? അതെന്തുമാവട്ടെ, ആ മെറിറ്റിന്റെ ചർച്ച കുറെ ചർച്ച ചെയ്തുകൊണ്ടാണ് ശ്രീ കെ വി അബ്ദുൽ ഖാദർ, ഈ ഉദ്യോഗസ്ഥരെക്കാളൊക്കെ മേലെയാണ് ഒരു സർക്കാർ, അതിൻ്റെ മന്ത്രിമാർ, അതിൻ്റെ മുഖ്യമന്ത്രിമാർ. ആ ബോധ്യത്തിൽ നിന്നാൽ എന്തിനാണ് ഒരു കസേരയിൽ ഇരിക്കാൻ പറ്റുന്ന ദിനങ്ങളുടെ എണ്ണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി മാത്രം ഉപകരിക്കുന്ന ഇത്തരം പണികൾക്ക് സമയം മെനക്കെടുത്തുന്നത് ഒരു സർക്കാർ? എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു. ഈ പോലീസ് തന്നെ വലിയ വീഴ്ചയാണ്, വലിയ തോൽവിയാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി, സർക്കാർ, ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി സമയം ചെലവഴിക്കേണ്ടത് സെൻകുമാറിനെ എത്ര കുറച്ച കസേരയിൽ ഇരുത്താം എന്നതിനു വേണ്ടി ആകണമോ? അല്ല, അങ്ങനെ കുറച്ചിരുത്തുക എന്നുള്ളത് മാത്രമൊന്നുമല്ല. അങ്ങനെ ഇരുത്താതിരിക്കാൻ പറ്റുന്നെങ്കിൽ പരമാവധി നോക്കുക. അല്ല ഇക്കാര്യത്തിൽ സുപ്രീം കോടതി നടത്തിയിട്ടുള്ള ഒരു വിധി പ്രഖ്യാപനം അത് നടപ്പിലാക്കും എന്ന് തന്നെയാണ് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. നടപ്പിലാക്കുന്ന സർക്കാർ എങ്ങനെയാണ് സംശയവുമായി കോടതിയിലേക്ക് പോകുന്നത് ശ്രീ അബ്ദുൽ ഖാദർ? അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ പറയണം, അങ്ങനെയാണ് പറയേണ്ടത്. ഞങ്ങൾക്ക് കോടതി വിധിയോടൊക്കെ ബഹുമാനമുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് സംശയമുണ്ട്. ആ സംശയം തീർത്തിട്ട് സെൻകുമാർ അല്ല ആരായാലും ഈ പദവിയിലേക്ക് വരൂ എന്നായിരുന്നു സർക്കാർ പറയേണ്ടിയിരുന്നത്. പകരം വളഞ്ഞിട്ട് വിശദീകരിച്ച് പ്രതിപക്ഷത്തെ പോലും കബളിപ്പിച്ച് സൂത്രപ്പണി നടത്തിയാണോ യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്? അല്ല, അങ്ങനെ കബളിപ്പിക്കലും സൂത്രപ്പണിയും എന്നൊക്കെയുള്ള പദപ്രയോഗം അത് കുറച്ച് കടന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയില്ല ഇക്കാര്യത്തിൽ. പക്ഷെ ഞാൻ പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല, ഈ സാധാരണ ഇത് കാണുന്ന ശ്രീ അബ്ദുൽ ഖാദർ കാണുന്ന ആളുകൾക്ക് ഒന്നും സംശയത്തിനുള്ള ഒരു വിശദീകരണവും ഇന്ന് സഭയിൽ ഉണ്ടായില്ല. ആളുകൾക്കറിയാമല്ലോ. അല്ല, ഇത് സംസ്ഥാന ഗവൺമെൻറ്റിന് AG നൽകിയിട്ടുള്ള ഒരു നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തതയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. സുപ്രീം കോടതിയുടെ വിധിയെ മറികടക്കാൻ അതിലൊന്നും തർക്കമില്ല ശ്രീ അബ്ദുൽ ഖാദർ. ഒരു അപേക്ഷയല്ല അത്. നിയമോപദേശം എന്താണ് അതിൽ വ്യക്തത വേണ്ടത് എന്നതൊന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിട്ടുമില്ല. വിധിയെ ഞങ്ങൾ മാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സെൻകുമാറിന് പുനർനിയമനം കൊടുക്കുക, അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു. എന്നാൽ സംശയം തീർക്കാൻ കോടതിയിലേക്ക് പോകുന്നു, വീണ്ടും കാലതാമസം വരുന്നു എന്ന ഒരു യാഥാർത്ഥ്യം ഈ രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്തത് എന്നുള്ള ലളിതമാണ്. അത്ര ഗൗരവപ്പെട്ട വലിയ കുഴപ്പം പിടിച്ച ചോദ്യമൊന്നുമല്ല, അല്ലെങ്കിൽ സംശയവുമല്ല എൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇപ്പോൾ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഈ നിയമോപദേശം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഈ വിധി പോലീസ് ആക്ട് പ്രകാരം സർക്കാരിൽ നിക്ഷിപ്തമായ പല അധികാരങ്ങളും ഈ വിധിയിലൂടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. ലോക്നാഥ് ബെഹ്റയെ നിയമിച്ച ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ബെഹ്റ നേരത്തെ വഹിച്ചിരുന്ന പദവിയാണോ തിരികെ നൽകേണ്ടതെന്ന കാര്യത്തിൽ കോടതിയിൽ നിന്ന് വ്യക്തത വേണം. അതുപോലെ തന്നെ സെൻകുമാറിൻ്റെ നിയമനത്തിൽ കീഴ്വഴക്കങ്ങൾ പാലിച്ചിരുന്നില്ല, സമിതി തെരഞ്ഞെടുത്തിരുന്നില്ല. അതേസമയം ബെഹ്റയെ ഞങ്ങൾ നിയമിച്ചത് കീഴ്വഴക്കങ്ങളും സമിതി നിർദ്ദേശാനുസരണവും ഒക്കെയാണെന്ന് പറയുന്ന വലിയ നിലപാടുകളാണ് വീണ്ടും കോടതിയിൽ പറയാൻ പോകുന്നത്. ആ വിധിയോടുള്ള വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് ചില സംശയങ്ങൾക്ക് മറുപടി കിട്ടണം. എന്നുവെച്ചാൽ കോടതി അലക്ഷ്യം മറികടന്ന് നിയമപരമായ ഒരു തർക്കം ഉന്നയിക്കുക, സമയം നീട്ടിയെടുക്കുക, ഇതാണോ യഥാർത്ഥത്തിൽ സർക്കാർ ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും ഇക്കാര്യത്തിൽ? ശരത്തെ, ഈ ചോദ്യത്തിൽ 2-3 കാര്യങ്ങൾ പറയാൻ എന്നെ അനുവദിക്കണമെങ്കിൽ മാത്രമേ ഞാൻ എന്നോട് ചോദിച്ച ചോദ്യത്തിന് പൂർണ്ണമായി എനിക്ക് വിശദീകരണം നൽകാൻ പറ്റുള്ളൂ. ആദ്യത്തെ കാര്യം, ഇതിൻ്റെ രാഷ്ട്രീയ മാനങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ശ്രീ അബ്ദുൽ ഖാദർ, രണ്ടുപേരും പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുഖ്യ നേതാക്കന്മാരാണ്. അവൻ്റെ രാഷ്ട്രീയ മാനങ്ങൾ പറഞ്ഞു. ഞാൻ ആ രാഷ്ട്രീയ തലങ്ങളിലേക്ക് ഇനി കടക്കുന്നില്ല. അവർ വ്യക്തമാക്കി കഴിഞ്ഞു രണ്ടുപേരുടെ നിലപാട്. നിയമത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യത്തിലൂടെ കാണുമ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി, ആ വിധി സെൽഫ് സ്പീക്കിംഗ് ആണ്. അങ്ങനെയാണ് ജസ്റ്റിസ് ഗജേന്ദ്ര ഗാഡ്കർ പറഞ്ഞിട്ടുള്ളത്. സെൽഫ് സ്പീക്കിംഗ് ആണ്, അത് സ്വയം സംസാരിക്കും. എന്താ സംസാരിക്കുന്നത്? ആ വിധിയിൽ സർക്കാരിൻ്റെ വാദം, മുൻ DGP ശ്രീ സെൻകുമാറിൻ്റെ വാദം, അതുമായി ബന്ധപ്പെട്ടവരുടെ വാദം, ലോക്നാഥ് ബെഹ്റ അതിനകത്ത് കക്ഷിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരുടെ വാദം, ഇതെല്ലാം കേട്ടതിന് ശേഷം ഒരു ജഡ്ജ്മെൻറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജഡ്ജ്മെൻറ്റിൽ എങ്ങനെയാണ് ആ ജഡ്ജ്മെൻറ്റ് നടപ്പാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കോടതി അല്ല അതിൽ ബന്ധപ്പെട്ടവർക്ക് നടപ്പാക്കാൻ വേണ്ടിയുള്ള എക്സിക്യൂഷന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. മറിച്ച് ആ ജഡ്ജ്മെൻറ്റ് എങ്ങനെ നടപ്പാക്കണമെന്ന് ആ ജഡ്ജ്മെൻറ്റ് തന്നെ ഉണ്ടാകും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം,
ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ജസ്റ്റിസ് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ DGP ആയിരിക്കുന്ന ലോക്നാഥ് ബെഹ്റയുടെ അപ്പോയിൻമെൻറ്റും അതിനോടനുബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ആ വിധി വായിച്ചു, മനസ്സിലാക്കുന്നത് വേറെ 2-3 പേരുടെയും കൂടെ അപ്പോയിൻമെൻറ്റ് വരുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ശ്രീ ലോക്നാഥ് ബെഹ്റയുടെ അപ്പോയിൻമെൻറ്റ് ദുർബലപ്പെടുത്തി സെറ്റിസ്ഫൈഡ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ കൂടെ അപ്പോയിൻമെൻറ്റ് നടത്തിയവരുടെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് ഒരു ഗ്രേ ഏരിയ, അതായത് അതിലെ ഒരു അവ്യക്തത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, DGP സെൻകുമാർ ആയിട്ട് അദ്ദേഹത്തിനെ DGP ആയിട്ട് നേരത്തെ ഇരുന്ന പൊസിഷനിലേക്ക് തന്നെ തിരിച്ച് അദ്ദേഹത്തിനെ അപ്പോയിൻറ്റ് ചെയ്യണം എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ ബാക്കി വരുന്ന അത് അപ്പോയിൻമെൻറ്റ് നടത്തുമ്പോൾ വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങളാണ്. അതൊന്നും കോടതിയല്ല തീരുമാനിക്കേണ്ടത്, കോടതിയല്ല ചെയ്യേണ്ടതും. ഇവിടെ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ ആ വിധിയിൽ നിയമോപദേശം തേടുക, AGയുടെ അഭിപ്രായം ചോദിക്കുക, മറ്റ് പ്രഗത്ഭരായ അഭിഭാഷകരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് മിതമായ ബഹുമാനത്തോടു കൂടെ തന്നെ ഞാൻ പറയട്ടെ, ഏതു സർക്കാരാണെങ്കിലും അത്തരം സമീപനങ്ങളോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും ഇന്ന് നിയമസഭയിലും പറഞ്ഞത് ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് കണ്ടു. അത് സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്, അതിനുള്ള നടപടി എടുക്കുമെന്ന്. ഇവിടെ മൂന്നാമത്തെ ഒരു കാര്യം എനിക്കിവിടെ വ്യക്തമാക്കുള്ളത്, ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിശദീകരണം വരേണ്ടത്, അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ആ ഗ്രേ ഏരിയ ആ വിധി നടപ്പാക്കുന്നതിൽ എന്തെങ്കിലും രീതിയിലുള്ള നിയമപരമായിട്ട് വരാവുന്ന തടസ്സങ്ങളോ അതുമായി ബന്ധപ്പെട്ട് ഈ ബെഹ്റയുടെ അപ്പോയിൻമെൻറ്റ് ദുർബലപ്പെടുത്തിയപ്പോൾ ആ അപ്പോയിൻമെൻറ്റിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് DGPയുടെ അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടി അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ചെയ്ത സമയത്ത് തന്നെ മറ്റു ചില ആൾക്കാർ, വിജിലൻസ് എന്നെ സംബന്ധിച്ചും ഇൻ്റലിജൻസ് പിന്നെ DGP സംബന്ധിച്ചും ഇവരുടെയൊക്കെ അപ്പോയിൻമെൻറ്റൊക്കെ ഇത് സ്വാഭാവികമായിട്ട് ദുർബലപ്പെടുന്നതാണോ അതല്ല അവർക്ക് അത് റീറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഈ സംശയം കാര്യങ്ങളൊക്കെ വിധി പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ഏകദേശം 10 ദിവസത്തോടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എത്രയോ മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ അതിനൊരു വിശദീകരണം കോടതിയിൽ നിന്ന് വാങ്ങാമായിരുന്നു എന്നുള്ള കാര്യം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് നീട്ടിക്കൊണ്ടുപോകാൻ അങ്ങനെ DGP ആയിട്ട് സെൻകുമാറിനെ അവരോധിക്കുന്നതിനെ സംബന്ധിച്ച് സത്യസന്ധമായി സർക്കാരിൻ്റെ നടപടികൾ കണ്ടാൽ പോലും സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിൻ്റെ കണ്ടംപ്റ്റ് പെറ്റീഷൻ വരുമ്പോൾ അങ്ങ് ചോദിച്ചതുപോലെ ന്യായാധിപർക്കൊരു സംശയം വരാം, ഇത് നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു അടവായിട്ടാണോ ഇത്തരം ഉപദേശങ്ങളും ഈ രീതിയിലുള്ള ക്ലാരിറ്റി പെറ്റീഷനൊക്കെ വരുന്നത് എന്ന ഒരു സംശയം പ്രകടിപ്പിച്ചാൽ തന്നെ അത് സർക്കാരിന് മോശമായ ഒരു പ്രതീതി നിയമവൃത്തങ്ങളിലും പൊതുസമൂഹത്തിലും വരും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ DGP ആയി കൊടുക്കുമ്പോൾ DGP അദ്ദേഹത്തെ അവരോധിക്കുന്ന കാര്യത്തിൽ സർക്കാരിന് യാതൊരു പിന്നെ എന്താ പറയുക ഒരു പിടിവാശിയോ അല്ലെങ്കിൽ ഒരു നമ്മൾ നേരത്തെ ഒരു വാക്ക് ശരത്ത് ഉപയോഗിച്ചായിരുന്നു, ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമോ ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു അത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അത് നടപ്പാക്കാൻ ഞങ്ങൾ ബാധ്യമാണ്. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് സുപ്രീം കോടതി സുപ്രീമാണ്, അത് നടപ്പാക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ് എന്ന്. അപ്പോൾ അവിടെ നടപ്പാക്കുമ്പോൾ വരുന്ന പ്രായോഗികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളോ ഇതോടനുബന്ധിച്ചിട്ടുള്ള ചില റീഅറേഞ്ച്മെൻറ്റ്സ് ഒക്കെ തന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായി സർക്കാർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്, സർക്കാർ ചെയ്യേണ്ടതാണ്. അതിവിടെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂനതയായിട്ട് ഞാൻ കാണുന്നത്. അതുകൊണ്ട് വെള്ളിയാഴ്ച അദ്ദേഹത്തിൻ്റെ കണ്ടംപ്റ്റ് പെറ്റീഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത ഗവൺമെൻറ് കണ്ടുപിടിച്ച് അത് നടപ്പാക്കാനുള്ള നടപടിയുമായിട്ട് മുമ്പോട്ട് പോയില്ല എങ്കിൽ കോടതിയിൽ നിന്ന് ചിലപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു പ്രതിപാദനം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് കഴിഞ്ഞകാല അനുഭവങ്ങളിൽ വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. സർക്കാർ ഒരിക്കലും ആ രീതിയിൽ പോകില്ല എന്ന് വിചാരിക്കുന്നു. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല, ഒരു വിധി സുപ്രീം കോടതി വിധി പറഞ്ഞാൽ ആ വിധിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയാണ് സമീപിക്കേണ്ടത്. മറിച്ച് അതിന് ക്ലാരിറ്റി ചോദിക്കുന്നതും അതിലെ നിയമോപദേശം ചോദിക്കുന്നതും ഒരു തരത്തിൽ പറഞ്ഞാൽ അത് നമ്മുടെ സുപ്രീം കോടതിയുടെ ജുഡീഷ്യൽ സാങ്ക്ടിറ്റിയെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിനെ അപമതിപ്പുണ്ടാക്കുന്ന രീതിയിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം അതിനെയാണ്. കീഴ്ക്കോടതികളിലെ വിധികൾ, ആ വിധികളുടെ സാധ്യതകളും അതിൻ്റെ പോരായ്മകളും അതിൻ്റെ മുന്നോട്ടു പോക്കിലും നിയമോപദേശം തേടുന്നത് പോലെ സുപ്രീം കോടതി പരമമായി വിധിക്കുന്ന ഒരു വിധിയിൽ ഇങ്ങനെ എല്ലാ തലങ്ങളിലും നിയമോപദേശം തേടി വിധി ശരിയാണോ എന്നൊരു ചോദ്യം ചോദിക്കുന്നത് തന്നെ നിയമപരമാണോ എന്നൊരു ചോദ്യവും സംശയവുമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ശ്രീ എ സജീവൻ, ഇന്നലെ ഇക്കാര്യത്തിൽ കോടതിയലക്ഷ്യ ഹർജി വരുന്നു. കോടതിയിലെത്തിയ അഭിഭാഷകൻ, സെൻകുമാറിൻ്റെ അഭിഭാഷകൻ ഹാജരാകാതെ കേസ്
നോട്ട് പ്രസ് ചെയ്യുന്ന മട്ടിൽ അല്ലെങ്കിൽ അവതരിപ്പിക്കാതെ ഒഴിയുന്ന മട്ടിൽ. കാരണം അപ്പോൾ വന്നൊരു പൊതുവിചാരം, മന്ത്രിസഭാ യോഗം വരാൻ പോകുന്നു, വളരെ അനുകൂലമായി സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നിലപാടിലേക്ക് പോകാൻ പോകുന്നു എന്നൊരു പൊതുധാരണ വന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും ചീഫ് സെക്രട്ടറി കുഴപ്പത്തിൽ ചാടിക്കുന്ന ഒരു കോടതിയെ ലക്ഷ്യ കേസിലേക്കൊന്നും പോകേണ്ടതില്ല എന്നതുപോലെയൊക്കെയുള്ള ആലോചന അവർക്കും ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെ ആ കേസ് മുന്നോട്ട് പോകുന്നില്ല. ഇന്നലെ അത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെക്കുന്നു. ഇന്ന് സഭയിൽ പറയുമ്പോഴും ഏതാണ്ട് സമാനമായ രീതിയിലൊക്കെയാണ് വലിയ തർക്കങ്ങളും ഇനി പരസ്പരം പോരുവിളികളില്ലാതെ പരിഹരിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി ഉണ്ടാകുന്നു. വൈകുന്നേരം AGയുടെ നിയമോപദേശം പുറത്തു വരുമ്പോൾ മാത്രം സർക്കാർ നിയമപരമായി തന്നെ മുന്നോട്ട് നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ നാളെ സെൻകുമാറിനെ ആ കസേരയിൽ ഇരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു നിലപാടിലേക്കാണ് പോകുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? സർക്കാരിന് ഇക്കാര്യത്തിലുള്ള ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നമുണ്ടോ? ഇക്കാര്യത്തിൽ പ്രതിപക്ഷം പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരഭിമാനം എന്നാണ്. തീർച്ചയായിട്ടും ഇതിന് ദുരഭിമാനം എന്നോ അല്ലെങ്കിൽ പിടിവാശി എന്നൊക്കെ പറയാവുന്ന രൂപത്തിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. അത് പിണറായിയുടെ പിടിവാശി മാത്രമാണ്. ഇപ്പോൾ തിരുവഞ്ചൂരാണ് ഈ കസേരയിലിരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയക്കാരെല്ലാവരും ചെയ്യുന്നത് ഈ പിടിവാശിയാണ്. നമുക്കറിയാമല്ലോ, ഏതാണ്ടൊരു വർഷം മുമ്പേ ആണ് ഈ സെൻകുമാറിനെ മാറ്റുന്നത്. അധികാരത്തിൽ വന്ന ഉടൻ തന്നെ മാറ്റുന്നു. അന്ന് സെൻകുമാറിനെതിരെ പറഞ്ഞിരുന്ന അദ്ദേഹത്തിന് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് മാറ്റുന്നു എന്നുള്ളൊരു കാരണമാണ് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല. രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം ഈ ജോലിക്ക് കൊള്ളാത്തയാളാണ് എന്ന് സ്ഥാപിക്കാനാണ് അന്ന് സർക്കാർ ശ്രമിച്ചത്. അത് തെറ്റാണെന്ന് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞു. അപ്പോഴും തങ്ങൾക്ക് അനഭിമതനായിട്ടുള്ള ആളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനിയുള്ള കുറഞ്ഞ കാലം, ഇപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ അദ്ദേഹത്തിന് അധികാരത്തിൽ, അതുകൂടി ഇല്ലാതെ അദ്ദേഹത്തിന് ഇനി ഞങ്ങൾ ആ സ്ഥാനത്ത് ഇരുത്തിയില്ല, കോടതി അങ്ങനെയൊക്കെ പറഞ്ഞു, ഞങ്ങൾ ആ സ്ഥാനത്ത് ഇരുത്തിയില്ല എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, അത് ഞാൻ പിണറായി വിജയൻ്റെ സർക്കാർ എന്നുള്ളതല്ല, ആ UDF ആയാലും LDF ആയാലും ഒക്കെ ഇത്തരം പിടിവാശികൾ പലപ്പോഴും കാണിക്കാറുണ്ട്. ഇപ്പോൾ നേരത്തെ ശിവൻ പറഞ്ഞതൊരു ഈ നടപ്പാക്കിയില്ലെങ്കിൽ സർക്കാരിനുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു പ്രഹരമായിരിക്കുമെന്ന്. സർക്കാരിന് ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രഹരമാണ് ഇത്. ഈ സുപ്രീം കോടതിയുടെ ഈ വിധി ഇങ്ങനെ വന്നിട്ട് പോലും അത് നടപ്പാക്കുക എന്നുള്ളതല്ല. സുപ്രീം കോടതി വിധി സുപ്രീമാണ് എന്ന് ആരും പറയേണ്ടതില്ല. എത്രയോ കാലമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് നടപ്പാക്കാനുള്ള താല്പര്യം സർക്കാരിനുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ദിവസം നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ എനിക്ക് തോന്നുന്നു സെൻകുമാറിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് നല്ലൊരു നടപടിയാണ്. കാരണം അവർ മാനനഷ്ട കേസ് അല്ലെങ്കിൽ കോടതി അലക്ഷ്യ കേസുമായിട്ട് മുന്നോട്ടേക്ക് പോയപ്പോൾ സർക്കാർ ഒരു പക്ഷേ എന്തെങ്കിലും സൂചന കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ അതനുസരിച്ച് അവർ ആ കേസുമായി മുന്നോട്ടേക്ക് പോകേണ്ട എന്നൊരു നിലപാടെടുക്കുമ്പോൾ അതേ മനോഭാവം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവേണ്ടതാണ്. ഇവിടെ എത്ര ദിവസം മാറ്റിവെക്കാൻ പറ്റും? ഇനി ഇതിലൊരു എന്ത് ക്ലാരിറ്റിയാണ് ആവശ്യമുള്ളത്? ക്ലാരിറ്റിയുടെ പ്രശ്നമൊന്നുമില്ലല്ലോ. ലോക്നാഥ് ബെഹ്റ ഇപ്പോൾ അദ്ദേഹം DGP സ്ഥാനത്ത് മാറിയാലും അദ്ദേഹത്തിന് അഡീഷണൽ ചാർജുള്ള വിജിലൻസ് ഡയറക്ടറുടെ പോസ്റ്റുണ്ട്. നിലവിലുള്ള വിജിലൻസ് ഡയറക്ടർ അവധിയെടുത്തു പോയ ജേക്കബ് തോമസിന് വരുന്ന പ്രശ്നമില്ല എന്ന് അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞതാണ്. മാത്രമല്ല ജേക്കബ് തോമസ് ഒരു മാസത്തെ കൂടി അവധി നീട്ടുകയും ചെയ്തു, ആഗ്രഹമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആളുകളുടെ നിയമനത്തിൽ അതെ അപ്പോൾ ഇനി അദ്ദേഹം തിരിച്ചു വന്നാൽ പോലും ഈ സെൻകുമാർ പോയതിന് ശേഷമേ അദ്ദേഹം തിരിച്ചു വരുള്ളൂ. അപ്പോൾ അദ്ദേഹം വളരെ പരസ്യമായി പറഞ്ഞല്ലേ ചേർത്തെ, എനിക്ക് ഇനി ഈ സർവീസിൽ താല്പര്യമില്ല, ഇത് യോജിച്ച് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ള ഒരാളുടെ ഇനി എന്തിനാണ് ഈ ലോക്നാഥ് ബെഹ്റയ്ക്ക് മറ്റൊരു സ്ഥാനം കസേര കണ്ടുപിടിക്കേണ്ടത്? അദ്ദേഹത്തിന് അഡീഷണൽ ആയിട്ടുള്ള വിജിലൻസ് ഡയറക്ടറുടെ പോസ്റ്റുണ്ട്, ആ DGPയുടെ തസ്തിക തന്നെയാണ്. അപ്പം മറ്റ് പല ആളുകളെയും ഡിസ്റ്റർബ് ചെയ്യുന്നൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ പേരിൽ ഒരു ക്ലാരിറ്റി വേണം എന്ന രീതിയിൽ കോടതിയിൽ പോകുക എന്ന് പറയുന്നത്, കോടതി നേരത്തെ ശിവൻ മഠത്തിൽ പറഞ്ഞ പോലെ കോടതി തിരിച്ചു വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടായി പോകുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഇത് അനാവശ്യമായിട്ട് നീട്ടലാണ്. അതിന് നേരത്തെ ശരത്ത് പറഞ്ഞ പോലെ ദുരഭിമാനം എന്ന് പറയാം, പിടിവാച്ചി എന്ന് പറയാം, എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉണ്ടാകുന്ന ഒരു മനോഭാവമാണിത്. അതിന് ഞാൻ ഈ പിണറായി വിജയനെ മാത്രമല്ല മറ്റ് ആരാണെങ്കിലും ഒക്കെ സംഭവിക്കാവുന്ന കാര്യം തരത്തിൽ പോകുന്ന. പക്ഷേ എന്തിനു വേണ്ടി? നേരത്തെ ശരത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, വേറെ എന്തെല്ലാം ജോലിയുണ്ട്? അത് ശ്രീ സജീവൻ, എല്ലാ സർക്കാരുകളുടെയും ഒരു പ്രവണതയിലൂടെ തന്നെ ഈ സർക്കാർ മുന്നോട്ട് പോകുന്നു എന്ന സാമാന്യവൽക്കരണത്തിന് ഈ സർക്കാർ സ്വയം പാത്രമാകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, ശ്രീ സജീവൻ പറഞ്ഞല്ലോ ദുരഭിമാനം എന്നതൊക്കെ പ്രതിപക്ഷം ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങളെ ഈ ചർച്ചയുടെ ഭാഗമായി ഞാൻ ഉന്നയിച്ചു എന്ന് മാത്രം. ശ്രീ അബ്ദുൽ ഖാദർ, ഈ മൂന്നാളുകളും ശ്രീ തിരുവഞ്ചൂരായാലും അഡ്വക്കേറ്റ് ശിവൻ മഠത്തിലായാലും ശ്രീ സജീവനായാലും അവരുടെ
നിരീക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് വലിയ വിമർശനങ്ങളാണ് സർക്കാരിനെതിരെ, സർക്കാരിൻ്റെ സമീപനത്തിൽ എന്നതുകൊണ്ട് താങ്കളിലേക്ക് തന്നെ. ഇപ്പോൾ ഇക്കാര്യത്തിൽ ന്യായമായ നീതിയുക്തമായ എന്ത് സംശയമാണെന്ന് പോലും അവതരിപ്പിക്കാൻ അത് അല്ലെങ്കിൽ അത്തരമൊരു ഗൗരവമായ ചർച്ചയാക്കാൻ നാളിതുവരെ സർക്കാരിന് ഇക്കാര്യത്തിൽ കഴിഞ്ഞിട്ടില്ല. ഒന്ന്, ഇനി അഥവാ അത് ബെഹ്റയുടെ കാര്യത്തിലാണെങ്കിൽ ശ്രീ സജീവൻ പറഞ്ഞ പോലെ വിജിലൻസ് ഡയറക്ടറുടെ കസേര ഒഴിഞ്ഞു കിടക്കുകയാണ്, പ്രഗത്ഭനായ ബെഹ്റയെ അവിടേക്ക് ഇരുത്തൂ. ഒന്ന്, ഇത് ഇങ്ങനെ അവതരിപ്പിക്കാൻ കഴിയാത്ത ഇടത്താണ് വളരെ പ്രബലമാകുന്ന വിധത്തിൽ വലിയ വിമർശനങ്ങൾ, വലിയ പഴികൾ ഇക്കാര്യത്തിൽ സർക്കാർ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ശ്രീ അബ്ദുൽ ഖാദർ. അല്ല, സർക്കാർ ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്ന് നിയമസഭയിൽ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. ഇവിടെ ഇത്ര ഡേറ്റിനുള്ളിൽ സെൻകുമാറിന് DGP ആയിട്ട് പോസ്റ്റിംഗ് കൊടുക്കണം എന്ന് ഉത്തരവിൽ പറഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സർവീസ് നീട്ടി നൽകണം എന്ന വാദവും കോടതി അംഗീകരിച്ചതായിട്ട് ആ വിധിന്യായത്തിലില്ല. ഇവിടെ ഈ നേരത്തെ 2016 ജൂൺ 1 ഉത്തരവ് റദ്ദാക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അവ്യക്തതകളുണ്ട്. ആ അവ്യക്തതകളിൽ സുപ്രീം കോടതി പോവുകയാണല്ലോ. സുപ്രീം കോടതിയിൽ ഗവൺമെൻറ് പോകുമ്പോൾ സുപ്രീം കോടതി പറയുന്നതെല്ലാം കേൾക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥമാണ്. ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. പരമോന്നതമായ കോടതിയുടെ വിധി എന്തായാലും അത് നടപ്പിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവ്യക്തതകൾ നീക്കണം എന്നാവശ്യപ്പെടുന്നത് എങ്ങനെയാണ് ജനാധിപത്യ വിരുദ്ധമാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്ങനെയാണ് നിയമവിരുദ്ധമാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശ്രീ അബ്ദുൽ ഖാദർ, അതായത് അല്പം തമാശയായി തോന്നുമെങ്കിലും ഇപ്പോൾ ബാഹുബലിയിൽ ഒരു വലിയ തമാശ ഉണ്ടായിരുന്നല്ലോ, വളരെ ഗൗരവമായൊരു ചോദ്യം. കട്ടപ്പ എന്തിനാണ് ബാഹുബലിയെ കൊന്നത്? നമ്മൾ ഏതാണ്ട് 2 വർഷത്തോളം കാത്തിരുന്നു. ഒടുവിൽ ബാഹുബലി 2ാം ഭാഗം ഇറങ്ങിയപ്പോൾ മാത്രമാണ് കട്ടപ്പ എന്തിനാണ് ബാഹുബലിയെ കൊന്നതെന്ന് മനസ്സിലായി. എന്ന് പറഞ്ഞ പോലെ എന്താണ് സർക്കാർ വെളിപ്പെടുത്താത്ത ആ രഹസ്യം? ഈ വിധിയിലൂടെ വിധി നടപ്പാക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ സർക്കാർ അനുഭവിക്കേണ്ടി വരുന്ന ആ വലിയ ബുദ്ധിമുട്ട് എന്താകും? ആ വലിയ സംശയം എന്താണ്? അത് സർക്കാർ തന്നെയാണ് വിശദീകരിക്കേണ്ടത്. അത് കോടതിയിലേ പറയൂ, ജനങ്ങളോട് പറയില്ല, ജനങ്ങൾ അറിയേണ്ടതല്ല എന്നാണെങ്കിൽ ഞാൻ വിട്ടു. അല്ല, ജനങ്ങൾ അറിയാത്ത കാര്യമൊന്നുമില്ലല്ലോ. സുപ്രീം കോടതിയിൽ പോകുന്നത് രഹസ്യമായൊരു പ്രക്രിയ അല്ലാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾ അറിയാതിരിക്കുന്ന പ്രശ്നമൊന്നും ആ കാര്യത്തിലില്ല. ഇവിടെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിർദ്ദേശം അനുസരിച്ച്, നിയമോപദേശം അനുസരിച്ച് സുപ്രീം കോടതിയിൽ പോകുന്നു. സുപ്രീം കോടതി വെള്ളിയാഴ്ച ഈ കേസ് എന്താണ് പരിഗണന കൃത്യമായിട്ട് എനിക്കറിയില്ല. സുപ്രീം കോടതി പറയുന്ന കാര്യം എന്തോ അത് കൃത്യമായിട്ട് നടപ്പിലാക്കും എന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകും. ഇവിടെ ജനാധിപത്യ വിരുദ്ധതയുടെയോ നിയമവിരുദ്ധതയുടെയോ ഒരു തലവും ഞാൻ കാണുന്നില്ല. തിരുവഞ്ചൂർ, ഇന്ന് താങ്കൾ തന്നെ ഈ ചർച്ചയ്ക്കിടയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. രാവിലെ മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ എല്ലാം ശുഭമായി അവസാനിക്കാൻ പോകുന്നു നിങ്ങളുടെ ഭാഷയിൽ. കാരണം സെൻകുമാറിനെ ആ കസേരയിൽ ഇരുത്തുക, ആ ഉദ്യോഗസ്ഥന് നീതി കൊടുക്കുക എന്നൊരു നിലപാട് നിങ്ങൾക്കുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിലേക്ക് സർക്കാർ പോകുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ നിങ്ങളുമൊക്കെ ധരിച്ചത് എന്ന് പറഞ്ഞ നിങ്ങൾ പിന്നെ എന്തിനാണ് സഭയിൽ മുഖ്യമന്ത്രിക്ക് ദുരഭിമാനമാണ് എന്നൊരു വാദം മുന്നോട്ട് വെച്ചത്? പോലീസ് മേധാവി ആരാണ് എന്ന ചോദ്യം നിങ്ങൾ ഉന്നയിച്ചിട്ട് പോലും അതിലൊന്നും സർക്കാരിനെ കൊടുക്കാനായിട്ടില്ല. ഇപ്പോൾ സർക്കാർ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. സർക്കാരിന് സംശയങ്ങൾ തീർക്കാതെ സെൻകുമാറിനെ കസേരയിൽ ഇരുത്താനേ കഴിയില്ല. സർക്കാർ ഇക്കാര്യത്തിൽ കരുതുന്ന പരമമായ ആ സംശയങ്ങൾ, രഹസ്യമാക്കി വെച്ചിരിക്കുന്ന സംശയങ്ങൾ എന്തൊക്കെയാകാം? തിരുവഞ്ചൂരിന് വല്ല ബോധ്യമുണ്ടോ? എനിക്കതിനെക്കുറിച്ച് ഒരു ബോധ്യവുമില്ല. കാരണം ഞങ്ങളുമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ നല്ല പോസിറ്റീവായിട്ടുള്ള രൂപത്തിലുള്ള ഉപദേശം കൊടുക്കുമായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ആരോ കുഴച്ചോണ്ടിരിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രി എന്തിനാണ് ഈ പുലിവാലെ കയറി പിടിക്കുന്നത്? എന്തിനാണ്? ഒരു ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്യാനിരിക്കുന്ന ആൾ, ആ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു. ആ വിധി പറഞ്ഞാൽ വിധി മാനിച്ച് ആ വിധി നടത്തിപ്പിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തേണ്ടത്. അതിന് പകരം വിധി ഇവേഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കുന്നത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടായിട്ട് വരുമെന്നുള്ളത് ആർക്കാണ് അറിയില്ലാത്തത്. അപ്പോൾ അതുകൊണ്ട് ആ വിധി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കണം. വിധി നടപ്പാക്കുമ്പോൾ അതിൻ്റെ കോൺസിക്വൻഷ്യലായിട്ടുള്ള ചില റിയാക്ഷൻസ് ഉണ്ടാകും. അത് ഗവൺമെൻറ് അഡ്മിനിസ്ട്രേറ്റീവായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഒരു പോസ്റ്റിൽ ഒരാൾ വന്നാൽ മറ്റേ ആൾ എന്ത് ചെയ്യും? അതൊന്നും ഒരു ചോദ്യമേ അല്ല. ഒരു ഭരണത്തിനകത്ത് അങ്ങനെ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാനേ ഇല്ല. കാരണം ഒരാളിനെ നിയമിക്കുമ്പോൾ മറ്റേ ആളിനെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നത് അത് ഗവൺമെൻറ് അഡ്മിനിസ്ട്രേറ്റീവായിട്ട് തീരുമാനിക്കാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ വിധി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഇച്ഛാശക്തി ഉണ്ടോ ഇല്ലേ, അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. മുഖ്യമന്ത്രി ഇന്ന് രാവിലെ പറഞ്ഞു ഇച്ഛാശക്തി ഉണ്ട്.
ഉണ്ടെങ്കിൽ വൈകുന്നേരം അതനുസരിച്ച് തന്നെ പെരുമാറണമായിരുന്നു. അതെന്തുകൊണ്ട് അദ്ദേഹം കയ്യിൽ നിന്നത് കളയുന്നു എന്നെനിക്കറിയില്ല. അതുകൊണ്ട് നിശ്ചയമായിട്ടും ആ വിധി നടപ്പാക്കുക. ഈ സംസ്ഥാനം ആഗ്രഹിക്കുന്ന ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രിയും ഭരണകൂടവും ഭരണഘടനയുടെ തന്നെ മറ്റൊരു വിഭാഗമായ ജുഡീഷ്യറിയുടെ പരമോന്നത സമിതിയുടെ ഒരു നിർദ്ദേശത്തെ എന്തിനാ അതിനെ എതിർക്കുന്നത്? അതിനെതിരായിട്ട് ഒരു നിലപാടെടുക്കുന്നത് എന്തിനാ? അപ്പോൾ നിശ്ചയമായിട്ടും അത് നടപ്പാക്കുന്നതിന് വേണ്ടി എതിർക്കുന്നില്ല തിരുവഞ്ചൂർ, ബഹുമാനിക്കുന്നതേ ഉള്ളൂ. തിരുവഞ്ചൂർ, താങ്കൾ അടക്കം സഭയിൽ കേട്ടതാണ് മുഖ്യമന്ത്രിയുടെ ഒരു വാചകത്തിൽ പോലും താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുമല്ല. കോടതിയെ ധിക്കരിക്കുന്നില്ല, ആ വിധിയുടെ സാരാംശത്തെയോ വിധി പറഞ്ഞ സുപ്രീം കോടതിയെ നിരാകരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കോടതിയെ വിമർശിക്കുന്ന രാഷ്ട്രീയമായ CPM നിലപാടുകളൊന്നും ഈ കേസിൽ ഒരിടത്തും ഒരു നേതാവും പ്രയോഗിച്ചിട്ടില്ല. ആകെ പറഞ്ഞത് മന്ത്രി ജി സുധാകരനാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് UDFന് വേണ്ടി വോട്ട് പിടിച്ചയാളാണ് സെൻകുമാർ എന്ന് പറഞ്ഞതല്ലാതെ ഒരാളും വിധിയുടെ പേരിൽ വിമർശനങ്ങൾ ഒന്നും ഉന്നയിച്ചിട്ടില്ല. തിരുവഞ്ചൂർ, ഞാൻ ചോദിക്കട്ടെ, ഒരു DGP അങ്ങനെ പൊതുജനമധ്യത്തിൽ ആക്ഷേപിക്കുന്നത് ശരിയാണോ? ഇവിടെ സുധാകരൻ എനിക്ക് വളരെ അടുപ്പമുള്ള ഒരാളാണ്. അദ്ദേഹം അങ്ങനെ പറയാൻ സാധ്യതയില്ല എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ചോദിക്കും, ഒരു DGP എന്തിനാ ഇങ്ങനെ വേട്ടയാടാൻ പോകുന്നത്? ഗവൺമെൻറ്റുകൾ മാറുമ്പോഴും ആ ഉദ്യോഗസ്ഥന്മാരെ പന്തടിക്കേണ്ട കാര്യമുണ്ടോ? ജേക്കബ് ന്യൂസിനെ DGP ആക്കിയത് UDF ഗവൺമെൻറ് അല്ലേ? അപ്പോയിൻറ്റ് ചെയ്ത ആരാ? LDF ഗവൺമെൻറ് അല്ലേ? അതിനുശേഷം ആ ടീമിൽപ്പെട്ട എത്രയോ പേരെ UDF ഉൾക്കൊണ്ടിട്ടുണ്ട്. അതാണ് വിശാല മനസ്ഥിതിയും മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള അവരുടെ കഴിവാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം. ആ കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരെ എന്തിനാണ് നമ്മളുടെ ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ അവരെ തട്ടിമാറ്റുന്നത്? ഇവിടെ അബ്ദുൽ ഖാദർ, അത്തരം ഒരു ചോദ്യത്തിലേക്ക് കൂടി തിരുവഞ്ചൂർ താങ്കളിലേക്ക് വരാം. താങ്കൾ പറഞ്ഞ വിമർശനത്തെക്കുറിച്ച് മാത്രം ശ്രീ അബ്ദുൽ ഖാദർ, യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പുലിവാല് പിടിച്ചിരിക്കുകയാണ് എന്നാണ് തിരുവഞ്ചൂരിൻ്റെ വാദം. രാവിലെ പറഞ്ഞതിനനുസരിച്ചല്ല വൈകിട്ട് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ രമൺ ശ്രീവാസ്തവയുടെ കാര്യം, UDFൻ്റെ കാലത്തിരുന്ന അതേ ആളിനെ DGP ആയി LDF സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയി. അതേ ആളിനെ പിന്നീട് ഇപ്പോൾ ഉപദേഷ്ടാവായി വെച്ചിരിക്കുന്നു. രമൺ ശ്രീവാസ്തവയ്ക്കെതിരെ CPMഉം ഇടതുമുന്നണിയും ഒക്കെ എടുത്തിട്ടുള്ള പഴയ നിലപാടൊക്കെ എല്ലാവർക്കും മലയാളിക്കൊക്കെ നല്ല ധാരണയുള്ളതല്ലേ? ഉദ്യോഗസ്ഥരെ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിൻ്റെ കാഴ്ചപ്പാടും അംഗീകരിച്ചാൽ എന്തുകൊണ്ട് സെൻകുമാറിൻ്റെ കാര്യത്തിൽ ഞാൻ അതിലേക്ക് വല്ല വരും. പക്ഷേ ഈ വിധത്തിൽ പുലിവാല് പിടിക്കേണ്ടതുണ്ടോ തിരുവഞ്ചൂർ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി? അല്ല, അതിനു മുമ്പ് തിരുവഞ്ചൂർ പറയുമ്പോൾ UDF എക്കാലത്തും ഉദ്യോഗസ്ഥർ അവരുടെ നിലപാടുകൾ നോക്കിയൊന്നുമല്ല പോലീസ് മേധാവികളായിട്ട് നിയമിച്ചതെന്ന് പറയുകയുണ്ടായി. അത് വസ്തുതാപരമാണോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. സെൻകുമാറിനെ DGP ആയിട്ട് നിയമിക്കുമ്പോൾ സെൻകുമാർ ആയിരുന്നോ സീനിയർ ആയിട്ടുണ്ടായിരുന്നത്? മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പേര് പറഞ്ഞില്ല, പക്ഷേ എൻ്റെ ധാരണ അത് മഹേഷ് കുമാർ സിംഗ്ലെ ആയിരുന്നു എന്നാണ്. അദ്ദേഹം അന്ന് സെൻട്രൽ ഡെപ്യൂട്ടേഷനിലും മറ്റും ആയിരുന്നു, വരാൻ സന്നദ്ധനായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ നിയമിക്കാതെ സെൻകുമാറിനെ നിയമിച്ചു. അപ്പോൾ കൊടുത്തില്ല. അതെ, അപ്പോൾ UDF ഗവൺമെൻറ് കാലത്ത് അത്തരത്തിൽ തങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇഷ്ടം എന്ന് ഞാൻ പ്രത്യേക കൊട്ടേഷനിൽ പറയാണ്, നിയമിച്ചിട്ടുണ്ട് എന്നത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ സെൻകുമാറിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് പുലിവാല് പിടിച്ചിട്ടില്ല. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്ന് നിയമസഭയിൽ സംസാരിച്ചിട്ടുള്ളത്. ആ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നവുമില്ല. വെള്ളിയാഴ്ച വരുമല്ലോ സുപ്രീം കോടതിയിൽ, സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കുക തന്നെ ചെയ്യും. സുപ്രീം കോടതി എന്ന് പറയുന്ന ഇന്ത്യയുടെ പരമോന്നതമായ കോടതിയെ മറികടക്കാനൊന്നും ഒരു സംസ്ഥാന ഗവൺമെൻറ്റും കഴിയില്ല, നിയമപരമായിട്ട് തന്നെ കഴിയില്ല. അതുകൊണ്ട് നടപ്പിലാക്കുക എന്ന് തന്നെയാണ് ഇവിടെ ഈ ഒരു അവ്യക്തത നീക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക തന്നെ ചെയ്യും. റൈറ്റ്. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, ഇതിൽ AGയുടെ നിയമോപദേശം അത് തന്നെ ഒരർത്ഥത്തിൽ ശരിയല്ല എന്ന് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പറയുന്ന സെൻകുമാറിൻ്റെ നിയമനത്തിൽ പോലും ചട്ടങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന വസ്തുത സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. AGയുടെ നിയമോപദേശത്തിൽ പറയുന്നു, വിധി യഥാർത്ഥത്തിൽ പോലീസ് ഭരണത്തിൽ വ്യാപക പ്രത്യാഘാതങ്ങളുണ്ടാക്കും. പോലീസ് ആക്ട് പ്രകാരം സർക്കാരിൽ നിക്ഷിപ്തമായ പല അധികാരങ്ങളും കോടതി വിധിയിലൂടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ വിധത്തിൽ ഇനി വിധിയെ പുനഃപരിശോധനയിലൂടെ തന്നെ തർക്കിക്കാനും ചോദ്യം ചെയ്യാനുമാണോ, പുനഃപരിശോധിക്കാനുമാണോ സർക്കാർ ശ്രമിക്കുക? ഏതായാലും അങ്ങനെയല്ല വരുന്നത്. പകരം ഈ പറയുന്നത് പോലെ ബെഹ്റയെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്ന് പറയുന്ന ഒരൊറ്റ ലളിതമായ പ്രശ്നത്തിലേക്ക് മാത്രം ഇത് ചുരുങ്ങുന്ന നിലയാണ്. AGയുടെ നിയമോപദേശം ആ മട്ടിൽ സ്വീകരിച്ച്
ഒരു പുനഃപരിശോധനാ ഹർജിയുമായി സർക്കാർ മുന്നോട്ട് പോകാൻ ഇടയില്ല. മാത്രമല്ല, ഈ പറയുന്ന സെൻകുമാറിൻ്റെ നിയമനം പോലും ചട്ടവിരുദ്ധമാണ്, ചട്ടങ്ങൾ പാലിച്ചല്ല എന്ന് പറയുന്നത് ഈ കേസിൽ വളരെ പ്രാധാന്യത്തോടുകൂടി സർക്കാർ നേരത്തെ ഉന്നയിച്ചതാണ്. സർക്കാർ കോടതി അത് ഗൗരവമായി പരിഗണിച്ചിട്ട് പോലുമില്ല. നേരത്തെ ഏതെങ്കിലും സമിതിയുടെ ശുപാർശയില്ലാതെ സെൻകുമാറിനെ മന്ത്രിസഭയാണ് തീരുമാനിച്ചത്, ഏതെങ്കിലും സമിതിയുടെ ശുപാർശ ഇല്ലാതെ എന്ന് നേരത്തെ തന്നെ സർക്കാർ ഒരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ AG ഈ വിധത്തിൽ വിധിയെ തന്നെ ചോദ്യം ചെയ്യുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ എങ്ങനെയാണ് സർക്കാർ യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിൽ വീണ്ടും ഈ വിഷയം ഉന്നയിക്കാൻ പോകുന്നത്? ശരത്ത് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജനറൽ അദ്ദേഹം നൽകിയ നിയമോപദേശത്തിലെ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട്, ഒന്ന് ശ്രീ TP സെൻകുമാറിൻ്റെ നിയമനം നിയമാനുസൃതമല്ല എന്ന ഒരു വാദം നിയമനം നിൽക്കില്ല. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ നിയമനം സുപ്രീം കോടതി അദ്ദേഹത്തിന് തിരിച്ച് ആ സ്ഥാനം കൊടുക്കണം എന്ന് പറയുകയും ലോക്നാഥ് ബെഹ്റയുടെ അപ്പോയിൻമെൻറ്റ് ദുർബലപ്പെടുത്തുകയും ചെയ്തു. ഇത് രണ്ടും നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സെൻകുമാറിൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ അപാകത ചൂണ്ടിക്കാണിക്കുന്നത് തികച്ചും കോടതിക്ക് അപമതിപ്പുണ്ടാക്കുന്ന, അല്ലെങ്കിൽ കോടതിക്ക് അവരുടെ ആ ജുഡീഷ്യൽ എന്താ പറയുക സുപ്രമസി എന്ന് പറയുന്ന ആ ഒരു വികാരത്തെ, അല്ലെങ്കിൽ നമ്മളെ കാണുന്ന ആ ഒരു മനോഭാവത്തെ കുറച്ച് കാണിക്കുന്നതായിട്ട് കോടതിക്ക് തോന്നാൻ ഒരു സാഹചര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അങ്ങ് സൂചിപ്പിച്ചത് ഇത് പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. കാരണം ഒരു DGPയുടെ അപ്പോയിൻമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നടപടിക്രമം പാലിച്ചോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം ഈ സ്റ്റേജിൽ അപ്രസക്തമാണ്. അങ്ങനെ നടപടിക്രമം പാലിക്കാതെയാണ് അദ്ദേഹത്തെ ചെയ്തുവെങ്കിൽ അതിന് നടപടിയെടുക്കാൻ വ്യവസ്ഥാപിതമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പകരം സുപ്രീം കോടതിയിൽ ഗവൺമെൻറ് എടുത്ത നിലപാട് TP സെൻകുമാർ, ശ്രീ സജീവൻ നേരത്തെ സൂചിപ്പിച്ചു, TP സെൻകുമാർ നമ്മൾക്ക് അനഭിമതനാണ്, അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടും പോളിസിയുമായിട്ട് യോജിച്ച് പോലീസിൻ്റെ ഗവൺമെൻറ് അനുവർത്തിക്കുന്ന പോലീസ് നയവുമായിട്ട് യോജിച്ച് പോകുന്ന ഒരു വ്യക്തി അല്ല എന്നൊരു കേസല്ല സുപ്രീം കോടതിയുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. മറിച്ച് പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തവും ജിഷ വധക്കേസിലും അദ്ദേഹം DGP എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയും കഴിവില്ലായ്മയും അതിൽ ജനങ്ങൾക്ക് വലിയ അപമതിപ്പ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഗവൺമെൻറ് ക്ഷീണം വരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റിയെന്ന ഒരു നിലപാട്, ശക്തമായ നിലപാട് സുപ്രീം കോടതിയിലേക്ക് എടുത്ത സ്ഥിതിക്ക് അദ്ദേഹത്തിനെ മാറ്റിയത് നടപടിക്രമം പാലിച്ചല്ല എന്ന് പറയുന്നതിന് പ്രസക്തിയില്ല. ഒന്ന്, അങ്ങനെയാണെങ്കിൽ പോലീസ് ആക്ടിൽ, കേരള പോലീസ് ആക്ടിൽ പ്രകാശ് സിംഗിൻ്റെ കേസിനോടനുബന്ധിച്ച് സുപ്രീം കോടതി വെച്ച ഗൈഡ് ലൈൻസിനെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് പോലീസ് മോഡൽ ആക്ട് കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പോലീസ് ആക്ട് നിലവിൽ വന്നു. ആ പോലീസ് ആക്ടിനെ സംബന്ധിച്ച് പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുള്ള ഒരു അഭിഭാഷക നിലയിൽ എനിക്ക് വ്യക്തമായി അറിയാം, ഒരു DGPയെ മാറ്റാൻ അപ്പോയിൻമെൻറ്റ് ചെയ്താൽ 2 വർഷം മിനിമം മാറ്റാൻ പാടില്ല. അപ്പോൾ അതിന് അടിയന്തരമായ അതിനൊരു എക്സെപ്ഷൻ പ്രൊവിഷൻ അതിനകത്തുണ്ട്. ആ ഒരു സാഹചര്യം ഗവൺമെൻറ് മുമ്പിലുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ DGPയാക്കി അപ്പോയിൻറ്റ് ചെയ്തതിൻ്റെ അപാകതയുണ്ട് എന്നിപ്പോൾ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ഉപദേശമല്ല. അതുകൊണ്ട് എനിക്ക് വീണ്ടും ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കുന്നു. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം നേരത്തെ ശരത് സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് ഈഗോയുടെ പ്രശ്നമോ ജയപരാജയങ്ങളുടെയോ ഒന്നുമല്ല. ഗവൺമെൻറ് നയപരമായ ഒരു തീരുമാനമെടുത്തു. നേരത്തെയുള്ള DGP സെൻകുമാറിനെ മാറ്റി പകരം ഒരാളെ അവിടെ അവരോധിച്ചു. അത് അദ്ദേഹം ചോദ്യം ചെയ്തു. അത് ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തിന് ഭരണഘടനാപരമായ അദ്ദേഹത്തിൻ്റെ അവകാശം, സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണെങ്കിലും അത് ചെയ്യാൻ നിയമപരമായിട്ടുള്ള വ്യവസ്ഥാപിത മാർഗമുണ്ട്. അത് ആ മാർഗത്തിലൂടെ അദ്ദേഹം പോയി. കോടതി അത് സർക്കാരിൻ്റെ വാദം ശരിയല്ല, അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്നൊരു നിഗമനത്തിലെത്തുമ്പോൾ നമ്മുടെ രാജ്യം നിലനിൽക്കുന്ന ഡ്യൂ പ്രോസസ് ഓഫ് ലോ, ഏത് കാര്യത്തിനും അതിന് നിയമപരമായിട്ടുള്ള സാങ്ഷൻ വേണം. നിയമപരമായി സുപ്രീം കോടതി അദ്ദേഹത്തിനെ മാറ്റി ശരിയല്ല. ഇവിടെ സജീവൻ ഒരു കാര്യം കൂടി ഏറ്റവും അവസാനമായി, ഇപ്പോൾ ഇവരെല്ലാം പറഞ്ഞത് വെച്ച് ജിഷ കേസ്, പുറ്റിങ്ങൽ കേസ്, ഇതിലൊക്കെയുള്ള പരാജയമാണ് DGP എന്ന നിലയിൽ സെൻകുമാറിൻ്റെ അയോഗ്യതയായി സർക്കാർ കണ്ടത്. ഇപ്പോൾ ബെഹ്റയുടെ കാര്യത്തിൽ വന്നാൽ, അല്ലെങ്കിൽ കേരള പോലീസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഇന്ന് തന്നെ കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് പോലീസിന് വീഴ്ച പറ്റുന്നു, പോലീസിൽ UDFൻ്റെ ഹാങ് ഓവർ ഉണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങനെ ഹാങ് ഓവറും അങ്ങനെ ഒരു പരാജയവും വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം DGPയായ ബെഹ്റയ്ക്കല്ലേ? അങ്ങനെയുള്ള ബെഹ്റയെ മാറ്റാൻ സർക്കാരിന് കിട്ടുന്നൊരു വലിയ അവസരമായി കരുതി ഈ വിധി നടപ്പാക്കി ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ
പോകുന്ന ഒരാലോചന പോലും സർക്കാരിന് സംഭവിക്കാത്ത എന്താണ്? പോലീസ് വലിയ തലവേദനയായി സർക്കാരിന് മാറുന്ന ഘട്ടത്തിൽ ഒരു തിരുത്തൽ സാധ്യത ആ നിലയിൽ ഗുണപരമായി സർക്കാരിന് ആലോചിക്കാവുന്നതല്ലേ? വരുന്നത് സെൻകുമാറാണ് എങ്കിൽ പോലും. തീർച്ചയായിട്ടും ഇതിൽ സർക്കാർ പറയുന്നത് ജനങ്ങൾ പറയുന്നതല്ല. സുപ്രീം കോടതി തന്നെ കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലേ, ദിവസങ്ങൾക്ക് മുമ്പ്, ഇവിടെ ഒരു പോലീസ് മേധാവിയുണ്ട്, പോലീസ് ഉണ്ടോ എന്ന രീതിയിൽ ചോദിക്കുന്നു. പോലീസ് തന്നെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന രീതിയിൽ കോടതി തന്നെ ചോദിക്കുന്നൊരവസ്ഥ വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഏതാണ്ട് കുത്തഴിഞ്ഞതാണെന്ന രീതിയിൽ നീതിപീഠം പോലും വിലയിരുത്തുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ബെഹ്റയെ മാറ്റിയിട്ട് സെൻകുമാർ വന്നാൽ എല്ലാം ശരിയാവുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ കോടതിയുടെ നിർദ്ദേശമുണ്ട്, അതനുസരിച്ചിട്ട് അത് അംഗീകരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അല്ലാതെ ഓരോ ന്യായങ്ങൾ പറഞ്ഞിട്ട് ബെഹ്റയ്ക്ക് എന്ത് സ്ഥാനം കൊടുക്കുമെന്ന് പറയലില്ല. ഇവിടെ കോടതി പറഞ്ഞതിനെ എത്രയും പെട്ടെന്ന് അംഗീകരിക്കലാണ് സർക്കാർ ചെയ്യേണ്ടത്. അതിന് ഒരു തരത്തിലുള്ള സംശയത്തിൻ്റെയോ ആശങ്കയുടെയോ കാര്യമില്ല. ശ്രീ തിരുവഞ്ചൂർ, ഒറ്റ വാചകത്തിൽ ഇങ്ങനെയാണ് സർക്കാർ നിലപാടെങ്കിൽ ഈ പ്രശ്നം കൂടുതൽ വഷളാകും എന്നാണോ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ താങ്കളുടെ ഒരു വിലയിരുത്തൽ ഇക്കാര്യത്തിൽ? എനിക്ക് ഈ സംസ്ഥാനത്തെ ഇഷ്യൂസ് ഇങ്ങനെ വഷളാകുന്നത് കാണുമ്പോൾ ദുഃഖമുള്ള ഒരാളാണ്. ഇവിടെ നേരത്തെ സിംഗ്ലയുടെ കാര്യം സൂചിപ്പിച്ചു. സിംഗ്ല എൻ്റെ കൂടെ അദ്ദേഹം സത്യം പറഞ്ഞാൽ വിജിലൻസിൻ്റെ ഹെഡായിട്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നല്ലൊരു പോസ്റ്റിംഗ് വന്നപ്പോൾ അദ്ദേഹം അത് ഓപ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോയതാണ്, ഡെപ്യൂട്ടേഷനിൽ പോയതാണ്. അതിനേക്കാൾ സീനിയർ ആയിട്ടൊരാൾ കേരള പോലീസ് സർവീസിലുണ്ട്. പക്ഷേ അദ്ദേഹം ഡൽഹിയിലിരിക്കുകയാണ്, അദ്ദേഹം ഇങ്ങോട്ട് പോരുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശ്രീ ശിവമഠത്തിൽ പറഞ്ഞത് ഞാൻ അതേപടി ഉൾക്കൊള്ളുകയും ചെയ്യാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ശ്രീ സെൻകുമാറിനെ വെച്ചത്. ഇപ്പം സെൻകുമാറിനെ മാറ്റാൻ വേണ്ടി ഈ കാരണങ്ങളൊക്കെ നിരത്താൻ ശ്രമിക്കുന്നത് ജനങ്ങളുടെ മുമ്പിൽ വിലപ്പോവില്ല. ജനങ്ങൾക്കിത് മനസ്സിലാകും. ഇത് വളരെ കുരുട്ടുബുദ്ധിക്ക് വേണ്ടി ഉള്ള നടപടിയാണ് എന്നുള്ളത് ജനങ്ങൾക്ക് പരിപൂർണമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതാണ് യാഥാർത്ഥ്യം. ശ്രീ അബ്ദുൽ ഖാദർ, ചില കേസിൽ ഹരം പിടിക്കുന്ന മനുഷ്യരെ കുറിച്ചൊക്കെ പറയും പോലെ ആളുകളെ കൊണ്ട് ഒരു സർക്കാരിനെ പറയിപ്പിക്കുന്നത് ഒട്ടും നന്നല്ല. കുരുട്ടുബുദ്ധി, ദുരഭിമാനം, പിടിവാശി, ഈ നിലയിലൊന്നുമല്ല ഒരു സർക്കാരിനെ വിമർശിക്കുന്നവർ പോലും പറയാൻ ഉപയോഗിക്കേണ്ട പദപ്രയോഗം. അത് യഥാർത്ഥത്തിൽ സർക്കാർ കൂടി കരുതേണ്ടതാണ്. ബെഹ്റയെ മാറ്റാൻ കിട്ടുന്നൊരു നല്ല അവസരമാണ്. വീഴ്ച മുഖ്യമന്ത്രി തന്നെ എത്രയോ തവണ സഭയിൽ പറയുന്നു. ബെഹ്റ മാറട്ടെ, സെൻകുമാറെങ്കിൽ സെൻകുമാർ ഇരിക്കട്ടെ. കേരളം ആഗ്രഹിക്കുന്ന നിലയിൽ പോലീസ് ശരിയാവണമെങ്കിൽ തലപ്പത്തടക്കം മാറ്റമുണ്ടാകണം. അതിന് കിട്ടുന്ന അവസരമായിട്ടെങ്കിലും ഇതിനെ കണ്ടുകൂടെ? അല്ലാത്ത പക്ഷം ഇത് കൂടുതൽ വഷളാകാനേ ഉപകരിക്കൂ. ഇതാണൊരു പൊതു വികാരമെങ്കിൽ അതെന്തുകൊണ്ട് സർക്കാർ മനസ്സിലാക്കുന്നില്ല? അല്ല, സർക്കാരിൻ്റേത് കുരുട്ടുബുദ്ധിയാണ് എന്നത് തിരുവഞ്ചൂരിൻ്റെ ഒരു ആരോപണമാണ്, UDFൻ്റെ ഒരു ആരോപണമാണ്. അതിൽ വസ്തുതയൊന്നുമില്ല. ഗവൺമെൻറ് പോലീസിന് ചില കേസുകളിൽ വന്നു പോയിട്ടുള്ള അബദ്ധങ്ങളെക്കുറിച്ച് തുറന്ന് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അത് കുറ്റകരമായിട്ടുള്ള അനാസ്ഥ കാണിക്കുകയോ അലംഭാവം കാണിക്കുകയോ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് ഗവൺമെൻറ് നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് വേറൊന്നും കൊണ്ടല്ല, വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ജിഷ പുറ്റിങ്ങൽ കേസുകളിൽ DGP പരാജയപ്പെട്ടു എന്ന് വിലയിരുത്തിയ സർക്കാർ 7-8 മാസം കൊണ്ട് സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്ന DGPക്ക് ബെഹ്റയ്ക്ക് ഒരു ഉത്തരവാദിത്വം കാണാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ മാറ്റാൻ കിട്ടുന്ന ഒരു അവസരത്തെ അങ്ങനെയെങ്കിലും ഉപയോഗിച്ചുകൂടെ? അത്ര മാത്രമേ ഉള്ളൂ ചോദ്യം. കേരളത്തിൽ പോലീസിന് വീഴ്ചകൾ മാത്രമല്ലല്ലോ സംഭവിച്ചിട്ടുള്ളത്, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയം നമ്മുടെ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ നടത്തിയ ശ്രമങ്ങളെ വളരെ ഫലപ്രദമായി പോലീസ് പൊളിച്ചിട്ടുണ്ടല്ലോ. കാസർകോട്ടെ റിയാസ് മൗലവി അതിൽ വധിച്ച ആളുകളെയൊക്കെ മണിക്കൂറുകൾക്കകം ഈ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇന്ന് തന്നെ KSUവിൻ്റെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഈ പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഭയിൽ ഇതേ ദിവസം പറയുന്നു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, UDFന്റെ ഹാങ് ഓവറാണ് പോലീസിന് ഇന്ന് എന്ന് ഈ LDF ഭരണകാലത്ത് മുഖ്യമന്ത്രി പറയണമെങ്കിൽ സ്ഥിതി ചെറുതല്ല. അതിനെ നയിക്കുന്ന ആളിന്റെ പരാജയത്തെ കൂടി തിരിച്ചറിയണം. UAPA ആവശ്യമില്ലാതെ ദുരുപയോഗിക്കരുതെന്ന മുന്നറിയിപ്പ് മുഖ്യമന്ത്രിക്ക് നൽകേണ്ടി വരുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് സഭയ്ക്ക് മുഖ്യമന്ത്രി പറയുന്ന വാചകങ്ങൾ, അതാണ് ആധികാരികം. UAPA കേസുകൾ തെറ്റായി ചുമത്തിയത് പിൻവലിക്കാൻ ഈ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി ഗവൺമെന്റ് ആവശ്യപ്പെടുകയും അത് DGP അത് പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലീസിന് വീഴ്ചകൾ മാത്രമല്ല, ബെഹ്റ പരാജയമല്ലെന്നാണോ അബ്ദുൽ ഖാദർ പറഞ്ഞു വരുന്നത്? ബെഹ്റ പരാജയമല്ല എന്നാണോ?
ഞാൻ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെ, അല്ല, ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത്, ഒട്ടേറെ കേസുകളിൽ ഫലപ്രദമായിട്ടുള്ള നിലപാട് ഗവൺമെന്റ് പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീഴ്ച മാത്രമാണ് എന്ന വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല. വളരെയധികം നന്ദി ശ്രീ അബ്ദുൽ ഖാദർ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ ശിവൻ മഠത്തിൽ, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, ശ്രീ എ സജീവൻ മാധ്യമപ്രവർത്തകൻ ഞങ്ങളോട് സഹകരിച്ചതിന്. സെൻകുമാർ കേസിൽ സർക്കാർ വീണ്ടും നിയമപരമായ സംശയ നിവൃത്തിക്കായി സുപ്രീം കോടതിയിലേക്ക് പോകാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരം, പുതിയ നീക്കം. ആ ഘട്ടത്തിൽ സെൻകുമാറിൻ്റെ പുനർനിയമനം ഉടൻ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നതുകൂടി അതിലൂടെ തെളിയുകയാണ്.